പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തിയിലേക്ക്, ഗുഡ്നസ് TV നൽകുന്ന ഈ വചന വിരുന്നിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വചനം നമുക്കറിയാം, കർത്താവിൻ്റെ ആത്മാവും ജീവനുമാണ്. വചനം ആണ് നമ്മെ ഒക്കെ ജീവിപ്പിക്കുന്നത്. വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. വചനമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ നമ്മളെ ചലിപ്പിക്കുന്നത് വചനമാണ്. നമ്മുടെ മനസ്സിൻ്റെ കഷ്ടതകളിൽ, നമ്മുടെ വേദനകളിലേക്കെല്ലാം നമുക്ക് ആശ്വാസം നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് വചനമാണ്. പാപാന്തകാരമായ ഈ ലോകത്ത് അവിടെ പാപത്തിൽ നിന്ന് മാറി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് വചനമാണ്. വചനമാണ് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ വചനത്തിൽ ആണ് നാം നമ്മുടെ ആശ്രയമായിരിക്കുക. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നയിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് TV നമുക്കായിട്ട് ഒരുക്കുന്ന ഈ വചന വിരുന്ന് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും ഈ വചന വിരുന്ന് നാം കേൾക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്ത് നമ്മിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുവാനായിട്ട് ഇടവരും. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയുടെ വചനങ്ങൾ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ മനസ്സിലാക്കി തരുന്ന വചനം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16:30 അതിനകത്ത് ഒരു ചോദ്യമുണ്ട്. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ ചോദ്യമാണ്. രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നല്ല ഒരു ചോദ്യമാണ് ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ചോദിക്കുന്നത്. അതിന് ചോദ്യത്തിന് ഉത്തരം ഉടനെ തന്നെ 16:31 നാം വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഈ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാനായിട്ടൊരു കാരണമുണ്ട്. കാരണം അദ്ദേഹം തന്നെ കാണുകയാണ്, ഈ പൗലോസിനെയും സീലാസിനെയും അവിടുത്തെ ജനങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ന്യായാധിപന്മാർ മുഖേന വിസ്തരിച്ച് അവർക്ക് വേണ്ട അടിയും പീഡനങ്ങളും എല്ലാം കൊടുത്ത് അവരെ വസ്ത്രമുരിച്ച് അവരെ ജയിലിലാക്കിയിരിക്കുക. ജയിലിലും കാലിൽ അവരുടെ ആമം വയ്ക്കാൻ പറഞ്ഞിരിക്കുക. കാലിൽ ആമം വെച്ച് അവർ വളരെ വേദനാപൂർവമാണ് ജയിലിൽ കഴിയുന്നത്. രാത്രിയാണ് അവരെ ജയിലിലേക്ക് തള്ളിവിടുന്നത്. ഈ രാത്രിയിൽ പൗലോസും സീലാസും തൻ്റെ ശരീരത്തിനകത്ത് നിറയെ മുറിവുകളാണ്. മറ്റുള്ളവർ വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുക. ശരീരമാസകലം രക്തമൊഴുകുന്നുണ്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും. അങ്ങനെ രക്തം കൊണ്ട് വാർന്നൊഴുകുമ്പോൾ, വേദന കൊണ്ട് അവർ വിഷമിക്കുമ്പോൾ അവരുടെ മുറിവുകളിലേക്കോ വേദനകളിലേക്കോ ഒന്നും നോക്കാതെ അവർ കർത്താവിലേക്ക് നോക്കി ദൈവത്തെ കണ്ട് അവർ കഷ്ടതയിൽ പാടുകയാണ്. അവരുടെ ഇരുണ്ട രാത്രികളിൽ അവർ പാടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളിൽ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സമയങ്ങളൊന്നും വരണമെന്നില്ല. ചില സമയങ്ങൾ പ്രതികൂലമായ ദിവസങ്ങൾ കടന്നു വരും. പ്രതികൂലമായി കടന്നു വരുന്ന ദിവസങ്ങളിലാണ് നാം എത്രമാത്രം കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക. അനുകൂലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ
അതിനകത്ത് വലിയ പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരുമ്പോൾ നാം തളർന്നു പോകുന്നു. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ കഷ്ടതയിൽ ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? ആ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അങ്ങനെ കഷ്ടതയിൽ പാടുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നാമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഉറച്ചു പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ പലപ്പോഴും നാം തളർന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നാം ദൈവത്തോട് തന്നെ പരിഭവമുള്ളവരായി ദൈവവിശ്വാസത്തിൽ നിന്ന് പലരും അകന്നു പോകുന്നതായി കാണാനായിട്ട് സാധിക്കും. നാം ഉറച്ചു നിൽക്കുന്നില്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം തണുത്തു പോകുന്നു. അത് കർത്താവ് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, അധർമ്മം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ വിശ്വാസം തണുത്തു പോകുകയല്ല വേണ്ടത്. ആ സമയത്താണ് നമ്മുടെ വിശ്വാസം കൂടുതലായിട്ട് തീക്ഷ്ണമായിട്ട് ജ്വലിക്കേണ്ടത് എന്നാണ് കർത്താവ് പറയുന്നത്. കൂടുതൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അഭയം പ്രാപിക്കണം. ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസും സീലാസും ഇത്ര കണ്ട വേദനകളുടെ മധ്യേയും കാലുകളിൽ ആമം വെച്ച് ഒന്ന് പരിശോധിക്കുക. 2 കാലുകളും നീട്ടിവെച്ച് ആമം വെച്ച് കിടക്കുകയാണ് രണ്ടുപേരും. ഉറങ്ങാൻ രാത്രി ഒന്നിനും സാധ്യമല്ല, വേദന കൊണ്ട് പുളയുകയാണ്. ആ സമയത്ത് അവർ അതെല്ലാം വെച്ച് കിലുക്കിക്കൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കേട്ടിട്ട് അവിടെയുള്ള കാരാഗൃഹത്തിലുള്ളവരൊക്കെ നോക്കി എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെ കൂടി ആ കാരാഗൃഹത്തിലുള്ള മറ്റുള്ള ആളുകളെ കൂടി വിശ്വാസത്തിലേക്ക് എടുക്കുവാനായിട്ട് ഇത് കാരണമായി തീരുകയാണ്. കർത്താവ് ആരെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ അവർ ആ വേദനയിൽ അവർ സ്തുതിച്ചപ്പോൾ, ദൈവത്തോട് നന്ദി പറഞ്ഞ ദൈവത്തെ പാടി പുകഴ്ത്തിയപ്പോൾ, അപ്പോഴാണ് നമുക്കറിയാൻ സാധിക്കും അവിടെ ഒരു അത്ഭുതം നടക്കുന്നത്. അതെ, ആ ജയിലിൻ്റെ അടിത്തറ കുലുങ്ങുന്നതായിട്ട് നാം കാണാൻ സാധിക്കും. ജയിലിൻ്റെ അടിത്തറ കുലുങ്ങുന്നു, വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, വേദനയിൽ സ്തുതിക്കുമ്പോൾ, തീയുടെ നടുവിൽ സ്തുതിക്കുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകത്തിലെല്ലാം നാം വായിക്കുന്നുണ്ട് 3 യുവാക്കൾ തീയുടെ നടുവിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട്. അപ്പോൾ ദൈവദൂതൻ ഇറങ്ങി വരുന്നതായിട്ട് നാം വായിക്കുന്നു. അങ്ങനെ വേദനയുടെ നടുവിൽ കിടന്ന് നാം സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുവാനായിട്ട് കാരണമായിത്തീരുന്നു. അപ്പോഴാണ് അതെ അവിടെ ജയിലിൻ്റെ അടിത്തറ കുലുങ്ങുവാനും ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുവാനും, അവരെ കെട്ടിയിരുന്ന ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീഴുന്നു, നമ്മുടെ ബന്ധനങ്ങളൊക്കെ അഴിയുവാനായിട്ട് കാരണമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ അടഞ്ഞു കിടന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ അതൊക്കെ തുറക്കപ്പെടുവാനായിട്ട് ഇത് കാരണമായിത്തീരുന്നു. നമ്മളെ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ. സ്നേഹമുള്ളവരെ, പണ്ടെല്ലാം പല ആളുകളും ഈ പോട്ട ധ്യാനാശ്രമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിലേക്കെല്ലാം കടന്ന് ചെല്ലുന്നത് അവരുടെ ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ്. മദ്യപാനം കൊണ്ട് ജീവിതം തന്നെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എത്രയോ കുടുംബക്കാരാണ് ചെന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിൽ, രോഗത്തിൻ്റെ ഭീകരാവസ്ഥയിലൊക്കെ പണ്ടത്തെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രവും പോട്ട ആശ്രമമൊക്കെ തുടങ്ങിയ സമയങ്ങളിൽ ജനങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അന്നും ഇന്നും അവിടുത്തെ പ്രധാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരായ ബഹുമാനപ്പെട്ട നായിക്കപ്പറമ്പിലച്ഛനും ജോർജ് പനക്കിലച്ഛനൊക്കെ പറഞ്ഞിരുന്ന, അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സുവിശേഷത്തിൻ്റെ ഒരു കാതൽ ഇതായിരുന്നു: നിങ്ങളുടെ തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുക, തകർച്ചയിൽ ദൈവത്തെ പാടി പുകഴ്ത്തുക,
തകർച്ചയിൽ സ്തുതിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ തകർച്ചയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കുമെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അത് ഒരുപാട് ജീവിതത്തിന് അനുഗ്രഹമായി. അങ്ങനെ ഒത്തിരി ആളുകൾ, ഒത്തിരി കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്നു. കാരണം അവരെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ, അവരെ പ്രാർത്ഥന കണ്ട്, അതിനുശേഷം അവരുടെ ജീവിത പങ്കാളിയിലും വ്യത്യാസം വന്ന് അങ്ങനെ കുടുംബങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തകർച്ചയിൽ, വേദനയിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് വിശ്വാസത്തിൻ്റെ വലിയ അടയാളമാണ്. അത് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അത്ഭുതങ്ങൾ അവിടെ പെരുമഴയായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം ഞെട്ടരുത്. നാം ചെയ്യേണ്ട കാര്യം ആ തകർച്ചയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് നാം ചെയ്യേണ്ടത്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുവാനായിട്ട് മറ്റൊരു കാരണങ്ങളും കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ ഞാൻ കണ്ടു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ആ സഹോദരി ഒരു ഹിന്ദു സഹോദരിയാണ്. സഹോദരിയുടെ പേര് രമ എന്നാണ് ആ സഹോദരിയുടെ പേര്. എന്നിട്ട് ആ സഹോദരി ഇപ്പോൾ മാമോദീസ മുങ്ങി ആൻമരിയ എന്നാക്കി ആ സഹോദരിയുടെ പേര്. കാരണം ആ സഹോദരിയുടെ കുടുംബത്ത് ദൈവത്തിൻ്റേതായ രക്ഷാകര പ്രവൃത്തികൾ ഉണ്ടായപ്പോഴാണ്. എങ്ങനെയാണ് ആ സഹോദരിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, അതെ, എൻ്റെ കൂടെ ഇൻകം ടാക്സിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ക്രിസ്ത്യൻ സഹോദരി എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞു തന്നു. എൻ്റെ കുടുംബത്തിൽ നിറയെ പ്രശ്നങ്ങളായിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിവിൻ്റെ രോഗമുണ്ടായിരുന്നു, കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല, എൻ്റെ അപ്പനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റിയിരുന്നത്. എൻ്റെ വേദനകളും എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഈ സഹോദരിയോട് പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അതെ, നിൻ്റെ വേദനയിൽ ദൈവത്തെ സ്തുതിക്കുക, തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു ലീഫ്ലെറ്റ് തന്നെ ബുക്കിൽ ഫോട്ടോയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് എടുത്ത് ഈ സഹോദരിക്ക് കൊടുത്തു. എന്നിട്ട് ഈ സഹോദരി ഇത് വായിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ വന്നത്. അന്ന് പോട്ടയിലെ ബഹുമാനപ്പെട്ട വൈദികരാണ് അത് നടത്തിയിരുന്നത്. ആ കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട ബോർഡ് തന്നെ അതിനകത്ത് എഴുതിയിരുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നതാണ്. ഈ സഹോദരി എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ വചനം വായിച്ചു. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു ഉൾപ്രേരണയുണ്ടായി. മറ്റൊരു സഹോദരി, ഇവരുടെ ജോലി ചെയ്യുന്ന സഹോദരി മൂലം യേശുവിനെ അറിയാനായിട്ട് കുറച്ചെല്ലാം സാധിച്ചു, യേശുവിൻ്റെ വചനമെല്ലാം അറിയാൻ സാധിച്ചു. എന്നാൽ ഈ ബോർഡ് കണ്ടപ്പോൾ ഒരു ഉൾപ്രേരണയുണ്ടായി ഒരു ദിവസം ആ കൺവെൻഷൻ സെൻറ്ററിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്. അങ്ങനെ ആ കൺവെൻഷൻ സെൻറ്ററിലേക്ക് ഈ സഹോദരി കടന്നു ചെല്ലുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നായിക്കം പറമ്പിൽ അച്ഛനാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അതെ, ഇവിടെ ഒരു രമ എന്ന സഹോദരി, അതെ, ആ സഹോദരിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുക്കുന്നു, ആ സഹോദരിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ സഹോദരിയിൽ ഒരു അത്ഭുതകരമായ ഒരു സംഭവം സംഭവിക്കുകയാണ്. ഒരു കറണ്ട് പിടിക്കുന്ന പോലെ ഈ സഹോദരി കിടന്ന് ചാടുകയാണ്. പരിശുദ്ധാത്മാവ് ഈ സഹോദരിയിൽ വന്ന് വ്യാപിക്കുകയാണ്. ആ സഹോദരി ഉടനെ തന്നെ അത് ഏറ്റെടുക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. അന്ന് മുതൽ അതിനുശേഷം എന്നും മധ്യസ്ഥ പ്രാർത്ഥന ആ സഹോദരി നടത്തുന്നു. ആ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ വീട്ടിൽ ഒരു ദിവസം ചെന്നപ്പോൾ ആ സഹോദരിയുടെ അമ്മയുടെ വലിവ് മാറിയെന്ന് മാത്രമല്ല, അമ്മയുടെ കാഴ്ചശക്തിയും വീണ്ടും കിട്ടിയിരിക്കുന്നു. അമ്മ പേപ്പർ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ മകൾ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാണ് വായിക്കുന്നത്?
അപ്പോൾ പറഞ്ഞു, മോളെ ഇപ്പം എനിക്ക് വായിക്കാം, എനിക്ക് കുഴപ്പമില്ല, അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഈ സഹോദരി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ രക്ഷ കൈവന്നതായിട്ട് ഈ സഹോദരി മനസ്സിലാക്കി. അപ്പോൾ ഈ സഹോദരിക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സഹോദരി പിന്നീട് ചെയ്തത്, എന്നെ സ്നാനപ്പെടുത്താനായിട്ട് നിങ്ങൾ തടസ്സമുണ്ടോ എന്ന് ഒരു വൈദികൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ വൈദികൻ അതിന് സമ്മതം മൂളുകയും അങ്ങനെ ആ സ്നാനം ഏൽക്കുകയും ചെയ്തു. അങ്ങനെ പേര് ചോദിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എന്ത് പേരാണ് വേണ്ടത്? ദൈവം ഉത്തരം നൽകിയെന്നാണ് പറയുന്നത്, നിനക്ക് മാതാവിൻ്റെയും മാതാവിൻ്റെ അമ്മയുടെയും പേര്. അങ്ങനെ ആൻമരിയ എന്ന പേരിട്ടു ആ സഹോദരിക്ക്, ആത്മരിയ. ഇപ്പോൾ ആ സഹോദരി സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ വലിയ പങ്കാളിയാണ്. ഞാൻ ഈ സഹോദരിയെ കാണുന്നത് ഷാലോം ഫെസ്റ്റിവലിൻ്റെ ഒരു യോഗത്തിൽ ഈ സഹോദരി ഒരുപാട് മാസികകളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. 150ഓളം മാസികകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന്, പഴയ മാസികകൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് എനിക്ക് ഈ സഹോദരിയായിട്ട് എനിക്ക് കൂടുതൽ പരിചയപ്പെട്ടത്. എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഈ സഹോദരി മൂലം സഹോദരിയുടെ അമ്മ സ്നാനപ്പെട്ടു. അതിനുശേഷം ഈ സഹോദരിയുടെ അപ്പൻ സ്നാനപ്പെട്ടു. ആ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ടു, ക്രിസ്തുവിൻ്റെ വിശ്വാസികളായിട്ട് മാറി. സ്നേഹമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. നിന്നിലൂടെ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് തിരുവചനം. നീയും നിൻ്റെ കുടുംബവും നിന്നിലൂടെ തന്നെയാണ്. നീ വിചാരിക്കേണ്ട എല്ലാ കുടുംബവും ഒന്നായിട്ട് ചേർന്ന് രക്ഷ പ്രാപിക്കുമെന്ന്. നിന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ കരുതിക്കൊണ്ടാണ്. അതുകൊണ്ട് നിനക്കായിരിക്കും കർത്താവിൻ്റെ വിളി കിട്ടുന്നത്. നീ എന്ത് ചെയ്യണം? ആ വിളി കിട്ടിയ ഉടനെ ആ വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിൻ്റെ കുടുംബത്തിലേക്കും രക്ഷ കടന്നു ചെല്ലുന്നു. നമുക്കറിയാമല്ലോ, സക്കേവൂസിൻ്റെ ഭവനത്തിൽ സക്കേവൂസ് അവിടെ കർത്താവിനെ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരിക. സക്കേവൂസ് യേശുവിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. അവൻ അതിന് യോജിച്ച ഫലങ്ങളുള്ള പ്രവൃത്തികൾ അവൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അപ്പോൾ ആ കുടുംബത്തിന് രക്ഷയുണ്ടായി എന്ന് വായിക്കുന്നു. ആ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് കടന്നു വന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹം, ഈ പൗലോസിനും സീലാസിനും ഈ പീഡകളും ഈ വേദനകളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം, ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തുക, രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. അതിനുവേണ്ടി അവർ ഫിലിപ്പൈൻസിൽ ആണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ ആ ഫിലിപ്പൈൻസ് ദേശത്ത് കർത്താവിൻ്റെ ഒരു വചനവും കടന്നു വരരുത് എന്ന് പിശാച് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ തന്നെ, ഭാവി വരം പറയുന്ന ഒരു പെൺകുട്ടിയെ തന്നെ ഇവരെ പിന്നാലെ നടത്തി അവരുടെ വചനങ്ങളെല്ലാം തടസ്സപ്പെടുത്തി. എന്നാൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തി. എന്നാൽ വീണ്ടും അവരെ കൊണ്ടുവന്ന് ജയിലിലിട്ടു. അങ്ങനെയെങ്കിലും വചനം പുറത്തു വരരുത്. എന്നാൽ അവിടെ നിന്ന് തന്നെ ദൈവം വചനം എന്ന പുഷ്പത്തെ വിരിയിച്ചു. ആ വേദനകളുടെ നടുവിൽ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൽ തന്നെ തകർന്നു വീണു. എന്നിട്ട് അവർ ഓടുന്നില്ല. അതാണ് അവർക്ക് ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരന് അതിശയമായി തോന്നിയത്. ഇതാണ്, എന്തുകൊണ്ട് ഇവർ ഓടുന്നില്ല? എല്ലാം തുറന്നു കിടക്കുക, വാതിലുകളൊക്കെ തുറന്നു കിടക്കുക, ചങ്ങലകളൊക്കെ അഴിഞ്ഞു കിടക്കുക അവരെ കയ്യിലെ കാലിലെയും. എന്നിട്ട് ഇവർ എന്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നില്ല? അവർ ഓടി രക്ഷപ്പെടാത്തതിന് കാരണം അവർക്ക് അവരുടെ ജീവനേക്കാൾ വലുതായിട്ട് മറ്റു ചിലതൊക്കെ നേടാനുണ്ടായിരുന്നു. അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ തന്നെ നിന്നു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ വാളെടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ, തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, സാഹസം കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഭയമില്ല പൗലോസിന്, ഒരു ഭയമില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ധൈര്യത്തോടെ പറയുക. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും
ആ ദൈവം അടയാളങ്ങൾ കാണിക്കുമെന്നും അതുപോലെ തന്നെ സ്വന്തം ജീവന് തന്നെ വിലയുള്ളതായിട്ട് കാണാതെ മറ്റുള്ളവൻ്റെ ജീവന് വിലയുള്ളതായി കാണുന്ന, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ഇവരുടെ രീതി കണ്ടിട്ടാണ് ചോദിക്കുന്നത് രക്ഷ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെയാ ചോദിക്കുമ്പോൾ ഈ ചോദ്യം രക്ഷ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ അതിന് ഉത്തരവും പറഞ്ഞു കൊടുത്തു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് പറഞ്ഞു കൊടുത്തത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, അതിനുശേഷം ഉടനെ തന്നെ കാരാഗ്രഹ പ്രമാണി പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീഴുകയാണ്. എന്നാൽ അവരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരോട് പറയുന്നത് വചനം നിൻ്റെ വീട്ടിൽ പ്രസംഗിക്കണമെന്നാണ്. അങ്ങനെ നമുക്കറിയാമല്ലോ, വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ് വിശ്വാസം കടന്നു വരേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് പ്രസംഗിക്കുന്നതിലല്ല, നമ്മുടെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവായിരിക്കണം. അങ്ങനെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവായി നാം പ്രസംഗിക്കുമ്പോഴാണ് അവിടെ വിശ്വാസം കടന്നു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരോടുമായിട്ട്, കുടുംബത്തിലുള്ള എല്ലാവരോടുമായിട്ട് പൗലോസ് വചനം പ്രസംഗിക്കുക. അങ്ങനെ വചനം പ്രസംഗിക്കുമ്പോൾ അവരെല്ലാവരും മാനസാന്തരപ്പെടുന്നു, അനുതപിക്കുന്നു, അവരൊക്കെ സ്നാനപ്പെടുന്നു, രക്ഷയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ച് അവരാനന്ദിക്കുന്നു. അവർക്കൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിനാൽ അവർ ആനന്ദിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. സ്നേഹമുള്ളവരെ, പിന്നീട് നമുക്കറിയാൻ സാധിക്കും, അവർ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. റോമക്കാർക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം, 10-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെ, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലുമുണ്ട്. വിശ്വാസത്തിൻ്റെ ആ വചനം ഉണ്ട് അവിടെ. നീ യേശു കർത്താവാണെന്ന് നിൻ്റെ അധരം കൊണ്ട് നീ ഏറ്റുപറയുക. അതുപോലെ തന്നെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചുവെന്ന് നിൻ്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ നീ രക്ഷയിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത്. കാരണം നീ ഏറ്റുപറയുന്നതിലൂടെ നീ രക്ഷ പ്രാപിക്കുന്നു, നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നീ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും വിശ്വസിച്ച് നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നതുപോലെ മറ്റുള്ളവരെയും നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ആത്മരിയ എന്ന സഹോദരി സ്നാനപ്പെട്ടത് എങ്ങനെയാണ്? മറ്റൊരു സഹോദരി മൂലമാണ് അത് സ്നാനപ്പെട്ടത്. യേശുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ സഹോദരി അത് കൺവെൻഷനിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. യേശുവിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ ലജ്ജിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവൻ. അതിനാൽ പിതാവിൻ്റെ ഇഷ്ടം ഇതാണ്, അതെ, ദൈവത്തിന് വേണ്ടി, അതെ, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അങ്ങനെ നേടുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും വിശ്വസിച്ച് കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയ കൃപ നമുക്കേവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.